ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മളെ പുതിയ സൈറ്റ് പിറവത്തുള്ള എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? 2200 അടുത്തില്ല. നമ്മൾ ബേസ്മെന്റിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ രീതിയിലല്ല ഇതിൻ്റെ ഒരു ബേസ്മെന്റ് ചെയ്യണത്. അതിന് കാരണമുണ്ട്. കാരണം ഈ റോഡ് കണ്ടില്ലേ, നമ്മളെ വീടിന്റെ ഫ്രണ്ടത്തെ ഈ റോഡ് ഇങ്ങനെ ഉയരത്തുനിന്ന് ഇങ്ങനെ സ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജിച്ചേട്ടന്, അതായത് വീടിന്റെ ഓണർ പേരാ ജിച്ചേട്ടൻ. അപ്പോൾ ആൾക്ക് എന്തായി കഴിഞ്ഞാൽ വീട് കുറച്ച് ഹൈറ്റിൽ നിൽക്കണം. കാരണം ആ വീട് ജിച്ചേട്ടൻ്റെയാണ്, അതൊരു കുഴിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ബേസ്മെന്റ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് തന്നെ ആ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരടി ഹൈറ്റ് കൂട്ടിയാൽ മതിയാവും. നമ്മളെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമുക്കത് കൂട്ടാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലോട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ ഇതാണ് ഈ ഒരു കോർണറിൽ നിന്ന് മിറ്റത്തിൻ്റെ ലെവല് വരുന്ന പോലെയാണ് ഇപ്പോൾ ബേസ്മെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോർണറിൻ്റെ മുകളിലേക്ക് ഇനി 2 അടിയോളം ഇതിൻ്റെ മുകളിൽ പ്ലിന്ത് വരും ചെയ്യും. എല്ലാ സൈഡിലും ചെയ്യണ പോലെ തന്നെ ഇതും അൾട്രാടെക് സൂപ്പർ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ബേസ്മെൻറ്റിൽ നിന്ന് ഇതിലെന്താണ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിത് ആദ്യം പാതകം കീറിയതിന് ശേഷം നമ്മളൊരു 10 സെൻറ്റിമീറ്റർ PCC 10 സെൻറ്റിമീറ്റർ എന്ന് പറയണത് നമുക്ക് ഈ ഒരു ഷീറ്റിൻ്റെ ലെവല് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഡെപ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ 10 സെൻറ്റിമീറ്റർ ഒന്നല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഹൈറ്റിൽ PCC ഇടേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ലൂസ് മണ്ണാകുമ്പോൾ ആ ലൂസ് മണ്ണ് നമ്മൾ മൊത്തം എടുക്കും. ഇപ്പോൾ അതേപോലെ ഇവിടെയൊക്കെ ലെവൽ ചെയ്യാനായിട്ട് 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബേസ്മെൻറ്റിൽ വ്യത്യാസപ്പെടുത്തിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് 1 അടി വീതിയും 1.5 അടി ഡെപ്തിലും നമ്മൾ ഫുള്ളി വെറും കോൺക്രീറ്റ് മാത്രമേ ചെയ്യാറ്. അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റ് ആവണ കാരണം കൊണ്ട്, അതായത് ഇപ്പോൾ ധനേഷ് നിൽക്കണ അവിടെയൊക്കെ ഏകദേശം 5 അടി ഹൈറ്റ് വരും നമ്മളെ ഭൂമിയുടെ അടിയിലേക്കുള്ള ലെവൽ തന്നെ. അപ്പോൾ അത്രയും ഡെപ്തിൽ നമ്മൾ ഒരടിയിൽ വെറും കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഫ്യൂച്ചറിൽ അതിന് ക്രാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കി 8 ഇഞ്ചിൻ്റെ റീറ്റെയിൻ വാൾ പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ 10 mm 8 mm കമ്പി മിഡിലായിട്ട് ഇങ്ങനെ നെറ്റ് പോലെ ക്രോസ് അടിച്ചിട്ടാണ് ഈ ഒരു തറ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 അടീൻ്റെ ചുമര് വെക്കുന്ന ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ 2 അടി വരുന്ന സമയത്ത് അവിടെ ഏകദേശം 5 അടിയോളമാണ് ഇതിൻ്റെ ഒരു വാട്ടർ ലെവൽ ചെയ്യണ സമയത്ത് വരുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അടിയിലേക്ക് 8 ഇഞ്ചിൽ റിട്ടേണിംഗ് വാൾ ചെയ്യണ പോലെ മിഡിലിൽ കമ്പി നെറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ബേസ്മെൻറ്റ് മാറ്റിയത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോർഷനൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടില്ലേ, സാധാരണ ഇങ്ങനത്തെ ഭൂമിയുടെ അടിയിലേക്കുള്ളത് ചെയ്യണ സമയത്ത് നമ്മൾ ഒറ്റ അടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതും പല ലെവലായിരിക്കും. ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ പ്ലിന്ത് അടിക്കണ പോലെ അല്ല. കാരണം നമുക്ക് ഭൂമി ഇപ്പോൾ കരിങ്കല്ലിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കിങ് കൊടുത്ത് ഇങ്ങനെ തീർത്ത് പോകണ്ട. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എത്ര ഹൈറ്റാണ്, ഇവിടെ എത്ര ഹൈറ്റ്, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ സ്റ്റെപ്പായി താന്ന് പോയോണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഷീറ്റ് ഒരിക്കലും ലെവലിങ് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ റൂമുകൾ തിരിക്കാനുള്ള പോർഷൻ ഇപ്പോൾ ഓരോ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വയ്ക്കും. ഇനി അടുത്തത് ആ സൈഡിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് തമ്മിക്ക് കണക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ കമ്പി കൊടുക്കുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പി നമ്മൾ ഇതേപോലെ പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ചുമരുമയ്ക്ക് നമ്മൾ ആ കമ്പി കണക്ട് ചെയ്യുകയും ചെയ്യും. ബേസ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ല, JCB കൊണ്ട് കീറിയ ഒരു പോർഷൻ അടി മൊത്തം നമ്മൾ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററിൽ കൂടുതലായിട്ട് PCC ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ കമ്പി കെട്ടിയിട്ട് M20 ഗ്രേഡ് തന്നെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഈ ഒരു 2.5 അടി ഹൈറ്റ് വരെ ഈ ഒരു സൈഡിൽ വരും. ആ എൻഡിലേക്ക് പോകുമ്പോഴേക്ക് തന്നെ ഒരു 5 അടിയോളം വരും. പിന്നെ ഈ ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പകുതി പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ബേസ് ഈ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റുക. ഒരു മാസ്റ്റർ ബെഡ്റൂമും കിച്ചൺ ആൻഡ് വർക്ക് ഏരിയയും വരുന്നത് ഡെപ്തിലാണ്. അത് ഞാൻ കാണിച്ചു തരാം എത്ര ഹൈറ്റ് വരുന്നുള്ളത്. നേരത്തെ ഹൈറ്റുള്ള ഭാഗം എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അതായത് ഇപ്പോൾ അവിടെ ബീം അടിക്കുന്നിടത്ത് ഏകദേശം 5 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി 2 അടിയും കൂടി പ്ലിന്ത് വന്നിട്ടാണ് ഇവിടെ സ്ലാബായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഇതൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ മിഡിലിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു പോർഷനിൽ സ്വിമ്മിംഗ് പൂളായിട്ടാണ് വരുന്നത്. അപ്പോൾ 2 സൈഡ് ഇതൊരു കിച്ചണും വർക്ക് ഏരിയ ആയിട്ട് ഈ സൈഡിലും വരും.
അപ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ ലെവലിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ബേസ് വരുന്നത് ഏകദേശം ഇത്ര വൈഡായിട്ടാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത്രയും സ്ഥലം, കാരണം ഈ പില്ലറൊക്കെ കണ്ടില്ല, ഈ പില്ലർ ഇത്രയും ഡെപ്തിൽ പോയിരിക്കുന്നത്. കാരണം അതിന് മുന്നേ ഞാൻ പറഞ്ഞത് ഒരു കല്ലിട്ട് കുഴിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റിൽ അവിടെയാണ് കുറച്ച് മണ്ണ് കിടക്കണത്. ഈ ഒരു ഹൈറ്റിൽ പ്ലിന്ത് ചെയ്തിട്ട് ഈ കാണുന്ന ഏരിയ മൊത്തം ശരിക്കും നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ വെള്ളം അപ്പുറത്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്ത് തന്നെ കുറച്ച് ഐഡിയപരമായിട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീങ്ങിയിട്ടും കാര്യമില്ല, ക്ലൈൻറ്റും കൂടി അതിന് ഓക്കെ ആയിരിക്കണം. കാരണം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യണ സമയത്ത് എക്സ്പെൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഐഡിയാസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, എക്സ്പെൻസ് അവരാണ് വഹിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പേസ് കിട്ടുന്ന രീതിയിൽ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന രീതിയിനേക്കാളും കുറച്ച് പൈസയിൽ വ്യത്യാസം വരും. പക്ഷെ അതൊരു നഷ്ടമാണോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും ഇപ്പോൾ അമ്മു നിൽക്കുന്ന ആ ഒരു സ്പേസും നമുക്ക് ഈ വീടിൻ്റെ എല്ലാ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും അണ്ടർഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഏകദേശം 3 ലക്ഷം ഉറുപ്പിക അടുത്തുണ്ട്. ഒരു 1.5 സെൻറ്റ് സ്ഥലം നമുക്ക് ഈ ഒരു കാണുന്ന സ്പേസ് തന്നെ വരും. ഏകദേശം 435 സ്ക്വയർ ഫീറ്റ് ആണല്ലോ ഒരു സെൻറ്റ് പറയണത്. അപ്പോൾ ഇത് 1.5 സെൻറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും ഇത്രയും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു വാല്യൂ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ക്ലയൻറ്റിന് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഐഡിയ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്ഥലം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്കിവിടെ ആദ്യം തന്നെ ഒരു മാതൃക ഉണ്ടായിരുന്നു. കാരണം ജീച്ചേട്ടൻ്റെ അപ്പച്ചന് ആടുണ്ട്, കണ്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ജീച്ചേട്ടൻ്റെ വീട്, തൊട്ടപ്പുറത്തൊരു ആട്ടുംകൂട്. പക്ഷേ ആ ആട്ടുംകൂടിനും ഒരു പ്രൈവസി, അതായത് ആ ആടിന് കൺജസ്റ്റഡ് ആയിട്ട് 3 ആടുകളൊക്കെ അതിൽ താമസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നേരെ മറിച്ചിട്ട് ഈ വീട് പണി കഴിയുന്ന സമയത്ത് ഈ ഒരു കാണുന്ന സ്പേസിൽ 2 സൈഡിലൊരു നെറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആടിന് സുഖമായിട്ട് ഇതിൻ്റെ അടിയിൽ ഇതാവാം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് വരെ ആക്കാൻ പറ്റും. കാരണം ഓൾറെഡി താഴത്തു കൂടെ തന്നെ വണ്ടി വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സുഖമായിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് വണ്ടി കയറ്റിയിടാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥലത്തിൻ്റെ ഒരു വാല്യൂ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബേസ്മെൻറ്റിന് പൈസ ഒന്നുമില്ല. കാരണം ഇതിലിപ്പോൾ ഈ ഒരു കാണുന്ന ഏരിയ തന്നെ ഇതിൻ്റെ ക്ലയൻറ്റ് പൈസ കൊടുത്ത് മേടിച്ചാണ് ഈ വീട് ചെയ്യാനായിട്ട്. കാരണം അവരുടെ സ്ഥലം ഏകദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു വീട് ആ കോർണറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം പൈസ കൊടുത്ത് മേടിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റ് റേറ്റ് കൂടി പറയാൻ കാരണം. പിന്നെ ഇവിടെ 5 പില്ലേഴ്സാണ് വരുന്നത്. ഇപ്പോൾ കോളം ഫൂട്ടിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പലതും പല ഹൈറ്റിലാണ്. ഇത് മാക്സിമം വെട്ടുപാറയാണ്. അതിൻ്റെ മാക്സിമം താത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ താത്തി അടിയിൽ ഒരു 20 സെൻറ്റിമീറ്റർ PCC അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മളെ പൂള് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ചുമര് കണ്ടിന്യൂസ് ഇതേ സെയിം ഹൈറ്റിൽ നമുക്കൊരു 7 അടി ഹൈറ്റിൽ, അതായത് തറയുടെ മാക്സിമം ഹൈറ്റ് വരെ ഇതേ സെയിം ബീമായിട്ട് തന്നെയാണ് ഈ ഒരു ചുമര് പൊന്തുക. ഇത് മാത്രമല്ല, ഇതിൻ്റെ 4 സൈഡും ഇപ്പോൾ ഞങ്ങൾ ആ ചുമര് ചെയ്യണ പോലെ ഫുള്ളി കോൺക്രീറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഒരു പില്ലർ അത്യാവശ്യം നല്ല ഡെപ്തിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കല്ലുവെട്ട് കുഴിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഒരു പില്ലർ അവിടെയും വരും. ഈ കമ്പി ഇടണില്ല എന്നുള്ള പരാതി ആരും പറയരുത്. നമ്മൾ കമ്പിയും കാര്യങ്ങളൊക്കെ ഇടണതേ ഓരോ ആവശ്യത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആ സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ നെറ്റിലാണ് വന്നിരിക്കണമെങ്കിൽ ഇവിടെ ഇതിപ്പോൾ എത്രേൻ്റെ റിങ് തന്നെ 2 അടിയല്ലേ? 2 അടീൻ്റെ 2 റിങ് 12ൻ്റെ 2, 4, 6 നടുക്ക് 8 mm കൊടുത്തിട്ടുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇത് 5 അടി ഹൈറ്റ് വരില്ലേ? ഈ 5 അടി ഹൈറ്റിൽ ഇത് ശരിക്ക് ഇവിടുത്തെ റിട്ടേണിങ് വാളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ ഈ ഓപ്പൺ ഏരിയൻ്റെ റിട്ടേണിങ് വാളാണിത്. നമ്മളെ ഈ ബെഡ്റൂമിൻ്റെയും അവിടുത്തെ ആ ഒരു കിച്ചൻ്റെയും വർക്ക് ഏരിയൻ്റെയും സ്ലാബ് വന്നിട്ട് ഇരിക്കാൻ പോണത് ഇതിൻ്റെ മുകളിലാണ്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഇത്രയും കമ്പി കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുക, ഇപ്പോൾ എപ്പോഴും ചോദിക്കേണ്ടതാണ്, നമ്മൾ കമ്പി ഇടുന്നതിന് പിശുക്കാണ് അറിയാം. ഇത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ചുമരിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെയിൻ സ്ലാബിൽ ഇടുന്ന പോലെ കമ്പി ഇടേണ്ട ആവശ്യമില്ല. എന്നപ്പോൾ ഈ ചുമരിന് എന്തിനാ കമ്പി ഇട്ട് വയ്ക്കുക? ഈ ചുമരിന് കമ്പി ഇടാനുള്ള കാരണമാണ് പറഞ്ഞു തന്നത്. കാരണം ഇതൊരു 7-8 അടിയോളം ഹൈറ്റ് വരില്ലല്ലോ അതിൻ്റെ ഇത് വരുന്ന സമയത്ത്. ഇതിപ്പോൾ ഇത്രയല്ല കേട്ടോ കമ്പി. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ഫുള്ളായിട്ട് ഒരു 2 അടീൻ്റെ പ്ലിന്ത് വരും. അതാണ് ശരിക്കും ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് വരും. അപ്പം ഞാൻ തന്നെ ഏകദേശം ഒരു 7 അടിയോളം, അല്ല
6 അടിയോളം ഉണ്ട്. അപ്പൊ ഞാൻ നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പെരുമാറാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇത്ര കമ്പി നമ്മൾ എവിടെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലാണ്ട് ചില ആൾക്കാർക്ക് ഉണ്ട് കമ്പി ഒരുപാടാണ്. ഇപ്പൊ നമ്മൾ ചുമരിന് കമ്പി വെക്കുമ്പോൾ ആൾക്കാർ ചോദിക്കേ ഇത്ര കമ്പി ഇടണുള്ളൂ, ഇത്ര കമ്പി ഇടണുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ അതിന്. കാരണം ആ ചുമര് നിൽക്കുന്നത് വെർട്ടിക്കലിലാണ് അല്ലെ. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ നമ്മൾ ഇത് തന്നെ ഫുള്ളായിട്ട് ഇതേപോലെ നെറ്റ് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹൈറ്റ് കൂടുകൊണ്ടാണ്. ഇത് ഏകദേശം 5 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്. 5 അടി ഹൈറ്റ് നമ്മൾ ഒരടിയിൽ സാധാരണ ബേസ്മെന്റ് ഇടുന്ന പോലെ വെറും കോൺക്രീറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. അത് ഭാവിയിൽ എന്തായി കഴിഞ്ഞാലും ക്രാക്ക് ആവും. ലോഡ് വരുന്ന സമയത്ത് അടിയിൽ കമ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാക്ക് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സിസ്റ്റം മൊത്തം മാറ്റിയത്. സാധാരണ നമ്മൾ ചെയ്യണ ബേസ്മെന്റിന്റെ രീതിയിലല്ല ഇത് ചെയ്യണത്. ഇപ്പൊ ഈ ഒരു ഹൈറ്റ് വരെ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇനി അതിന്റെ മുകളിലേക്ക് വേണം 2 അടി. അപ്പൊ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഈ ഒരു കാണുന്ന സ്പേസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ ആ അടിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ ഫുള്ള് റിങ്ങും കാര്യങ്ങളും ഇട്ടിട്ട് വേണം ഈ ഒരു എൻഡ് വരെ വരാൻ. കാരണം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സി ഷേപ്പ് വരും. കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ്. ഈ കാണുന്നത് ഫുള്ളായിട്ട് ഇതേപോലത്തെ റീറ്റെയിനിങ് വാൾ ഈ സൈഡിലും വരും. നേരെ ഈ ചുമര് ഇങ്ങനെ വന്നിട്ട് ഈ പില്ലർക്ക് നേരെ കണക്ട് ചെയ്യും. അതായത് ഈ പില്ലർക്ക് അതേ 8 ഇഞ്ചിന്റെ ചുമരിനെ വന്നിട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്കൊരു 10-20 ദിവസം കൊണ്ട് ഇതിന്റെ പ്ലിന്ത് അടിക്കാനുള്ള സെറ്റപ്പ് ആക്കാം. പ്ലിന്ത് അടിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്, എത്ര സ്പേസ് കിട്ടി, കാര്യങ്ങൾ കിട്ടി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ വീഡിയോ പിന്നെയും പറയാം. അപ്പോൾ ബേസ്മെന്റിന് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് പറയേണ്ടത് ക്ലൈന്റ് ആണ്. കാരണം 3 ലക്ഷം ഉറുപ്പിക ഒരു സെന്റിന് സ്ഥലത്തിന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പൈസ വളരെ കമ്മിയായിരിക്കില്ലേ ബേസ്മെന്റിന്. കാരണം ഇതിപ്പോൾ ജീവിച്ചോട്ടും പൈസ കൊടുത്ത് പഠിച്ച സ്ഥലമല്ലേ. അപ്പൊ ആ തല മുതൽ ഈ ഒരു സ്പേസ് വരെ ഈ ഒരു രീതിയിൽ ബേസ്മെന്റ് ഇടുകൊണ്ട് ഭാവിയിലും ഈ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ഇതേപോലത്തെ ചെരിവുള്ള സ്ഥലമൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരുപാട് പൈസ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ റീറ്റെയിൻ വാളും കെട്ടി എല്ലാം ചെയ്യും. പക്ഷെ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുന്ന സമയത്ത് മഴവെള്ളം വന്ന് ആ സ്ഥലം വീണ്ടും ഇടിഞ്ഞു പോവാറാണ് പതിവ്. പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടില്ലേ ഇതേപോലെയൊക്കെ ചെയ്യണം. ഒരു കാലത്തും ഇടിഞ്ഞു പോവാണ്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം റീറ്റെയിൻ വാൾ ചെയ്യണ സമയത്ത് ഏറ്റവും അടിയിൽ ശരിക്കും ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളിത് പില്ലർ നിർത്താനായിട്ട് മാത്രമല്ല ചെയ്തിരിക്കണത്, 1 സൈഡ് മാത്രമാണ് ചില ആൾക്കാർ കൊടുക്കാറ്. ഇതിപ്പോൾ നമ്മൾ കോളം സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിലാണ് റീറ്റെയിനിങ് വാളിങ്ങിനും കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധ സ്ഥലത്തൊന്നും ഇടിഞ്ഞു പോകാൻ സാധ്യതയില്ല. കാരണം ഇതിന് ഇപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മറിയാനുള്ള അല്ലേ. ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു എല്ല് കൊടുത്തു. അധികം ആൾക്കാർ ഇങ്ങനെയാണ് എല്ലാം അടിച്ചു വിടുക. ഇങ്ങനെ ഒരു എല്ല് റീറ്റെയിൻ വാളിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്, കോളം ഫുട്ടിങ്ങിന്റെ അല്ല. അപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴേ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഫുള്ള് വെള്ളം ലോഡാകുമ്പോൾ ഈ സാധനം ഇങ്ങടല്ലേ മറിയുക. കോൺക്രീറ്റ് ആണെങ്കിലും മറിയും. അപ്പൊ ശരിക്കും ഇവിടെ നമ്മളൊരു 1/2 മീറ്റർ കൊടുക്കണമെങ്കിൽ ഇവിടേക്ക് കൊടുക്കണം. പക്ഷെ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ അറിയോ, അപ്പുറത്തത് വേറെ ആൾക്കാരെ പറമ്പായിരിക്കും. കാരണം ഇത് ഇങ്ങോട്ട് തള്ളുമ്പോൾ മറിയാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് വേണം. ഇപ്പൊ ഈ വീടിനൊക്കെ തീർച്ചയായിട്ടും, കാരണം ഇതിപ്പോ 7 അടിയുള്ള ഹൈറ്റ് വരില്ലേ. ഇപ്പൊ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ 8 അടി ഹൈറ്റ് ആയി. പിന്നെ അതിന്റെ മുകളിൽ ഒരു മതിലും വരും. അപ്പൊ ഇവിടെ എത്ര മണ്ണിന്റെ ലോഡായി. കാരണം ആ ഒരു കുഴി ഉണ്ടല്ലോ, അപ്പച്ചൻ കെട്ടിയ വീടാത്ര അത്. എത്ര 38 കൊല്ലം, എത്ര കൊല്ലം പറഞ്ഞത്? 38 കൊല്ലം മുന്നേ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത കുഴിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ JCB കൊടുത്തിട്ട് പില്ലറും കുഴി കുഴിച്ചപ്പോൾ ഇതേപോലെ ലൂസ് മണ്ണായിരുന്നു. ഇത്രയും കാലം മഴയും പെയ്തിട്ട് വെയിലും കൊണ്ടിട്ടൊന്നും ഈ കുഴി ഒരിക്കലും ഉറച്ചില്ല. അങ്ങനെ ഒരു 10-30 വർഷം കൊണ്ടൊക്കെ ഒരു ഫില്ല് ചെയ്ത മണ്ണ് ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പ്ലിന്ത് ഇത്രയും താത്തിയിടേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല പക്ഷേ ഇതിപ്പോ ഉറച്ചിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ നിർത്താൻ മതിയായിരുന്നില്ലേ. JCB കൊണ്ട് ഫുള്ള് മാറുമ്പോൾ പൊടിമണ്ണാ വരണത്. ഈ സൈഡ് കംപ്ലീറ്റ്. അപ്പൊ ഇവര് വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴേക്ക് ഉറക്കുക എന്നാണ്. അങ്ങനെ ഉറക്കില്ല. അങ്ങനെ ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം ഈ വീടാണ്. ഈ വീട് ചെയ്തിട്ട് 35 കൊല്ലത്തിന്റെ മുകളിലായിട്ടുണ്ട്. ആ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ല് വെട്ടിയെടുത്ത കുഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും വർഷമായിട്ട് അത് ഉറച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഇട്ട മണ്ണ് ഉറക്കുക? അപ്പൊ എന്തായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബേസ്മെന്റിന്റെ ഫുള്ള് മെയിൻ സ്ലാബ് അല്ലേ. ഇത് ബേസ്മെന്റ് വിത്ത് മെയിൻ സ്ലാബാണ് വരിക. കാരണം ഈ ഒരു ഏരിയ മൊത്തം മെയിൻ സ്ലാബ് അല്ലേ. അത് നമ്മൾ അരിയേട്ടനെ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യാണ്. കാരണം കുറച്ചീശ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഓക്കെ എന്നാ.